ഹായ് എവരി വൺ. അപ്പോൾ മെമ്പർഷിപ്സ് എടുത്തവർ ട്വിൻ ഫ്ലെയിം അപ്ഡേറ്റ്സ് എടുത്തവർക്കും അല്ലാത്തവർക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. DM കറന്റ് എനർജിയാണ്. ഫസ്റ്റ് കിട്ടിയ കാർഡ് സോളിറ്റ്യൂഡ്. അവര് നല്ല രീതിയിലുള്ള പെയിനിലാണ്, കരച്ചിലൊക്കെ, പർജിങ്സ്. മേ ബി നിങ്ങൾക്കും ഇന്നലെയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഹെവി പർജിങ്സ് വന്നിട്ടുണ്ടായിരിക്കും. സോളാർ സ്റ്റോംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ആക്ടിവേഷന്റെ ഭാഗമായിട്ട് ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ഒക്കെ നടക്കാനുള്ള ചാൻസസ് നന്നായിട്ടുണ്ട്. ഇമോഷണൽ പർജിങ്സ് നന്നായിട്ടുണ്ടായിരിക്കും. ഡ്രീംസ് കണ്ടിട്ടുണ്ടായിരിക്കും അവർ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ. നെക്സ്റ്റ് കാർഡ് പേ അറ്റൻഷൻ ടു ദ സൈൻസ്. നിങ്ങൾക്ക് ഒരുപാട് സയൻസ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. നമ്പർ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നങ്ങളിലായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് വരാനുള്ള ചാൻസസ് കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി കാണിക്കുന്നു. മേ ബി ഒരു ന്യൂ ബർത്ത് അല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പിന്റെ തുടക്കം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുമായിട്ടുള്ളൊരു പുതിയ മീൻസ് നിങ്ങളുമായിട്ടൊരു പുതിയ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അവർ ഹയർ സെൽഫില്. ഓക്കെ, അതാണ് പ്രഗ്നൻസി കാണിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ബേബീസ് ഒക്കെ ഉണ്ടായിരിക്കാം. 2 കാർഡാണ് വന്നത്. മെഡിറ്റേഷൻസ് ആൻഡ് പ്രപ്പോസിങ്. നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഇന്നർ ചൈൽഡ് ഹീലിംഗ് നന്നായിട്ട് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. എന്തിനാ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്? നമുക്ക് ഉള്ളിലത്തെ ആ ഒരു എനർജി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസസ്, ഇന്നർ ഗൈഡൻസസ് കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ സോള് പറയുന്നത് കേൾക്കാനും കൂടെയാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, കുറെ കാർഡ്സ് വന്നിട്ടുണ്ട്. 5 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ചാൻസ്, ഒരു ചാൻസ് കൂടെ തന്നു കഴിഞ്ഞാൽ വിൽ യു ടേക്ക് ബാക്ക്? അത് നിങ്ങളുടെ ഒക്കെ ചോയ്സ് ആണ്, എടുക്കണോ വേണ്ടേന്നുള്ളത്. സപ്പോർട്ട്, നിങ്ങൾക്ക് നല്ല രീതിയിലായിട്ടുള്ള ഒരു സപ്പോർട്ട് തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. മെറ്റാമോർഫോസിസ്, there's a transformations happening between you two. രണ്ടുപേർക്കും നടക്കുന്നുണ്ട്. നിങ്ങൾ ഇടയിൽ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ജോലിയിലും നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മെറ്റാമോർഫോസിസ് ആണ്. ഒരു കുഞ്ഞെ പുഴു ബട്ടർഫ്ലൈ ആയി മാറുന്നത്, അതാണ് ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻസ്. അതുപോലത്തെ ട്രാൻസ്ഫോർമേഷൻസിലൂടെ അത്രയും സർവൈവ് ചെയ്തിട്ടൊക്കെ പോകുന്നതായിട്ട് പറയുന്നുണ്ട്. ദർ ഇസ് അഡിക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആ ഒരു സെയിം എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ അവർക്ക് ഒരു എക്സ്റ്റേണൽ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനേലും ഒരു ഓവർ അറ്റാച്ച്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. അത് റിലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ അഡിക്ഷൻസും റിലീസ് ആവും. ആൻഡ് ദ ലാസ്റ്റ് കാർഡ് ഈസ് ദ ഫ്രീഡം. കണ്ട, അവർക്ക് ഫ്രീഡം ഒട്ടും ലഭിക്കാത്ത ലൈഫായിരുന്നു. അപ്പോൾ അത് അവർക്ക് ലഭിക്കണമെന്നുമുണ്ട്, അത് നിങ്ങൾക്ക് തരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് അവരുടെ കറന്റ് ആയിട്ടുള്ള ഫീലിങ്സ്.